വികസനം കടന്ന് നമ്മുടെ വീട് വരെ എത്തി. പ്രായമുള്ളവർ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വികസനം നമ്മുടെ വീട്ടിലെത്തി എന്ന് പറയാനുള്ള കാരണം, പണ്ട് ആൾക്കാർ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കും, അത് വിസർജിക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിൽ പോകുമായിരുന്നു. പണ്ട് അടുക്കള വീടിനകത്തും ബാത്റൂം വെളിയിലുമായിരുന്നു. അങ്ങനല്ലേ? പണ്ട് അടുക്കള വീടിനകത്ത്, ബാത്റൂം എവിടെയാ? വീടിന്റെ പുറത്ത്. ഇന്ന് അടുക്കള വീടിന്റെ പുറത്തും ബാത്റൂം വീടിന്റെ ബെഡ്റൂമിനകത്തും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയല്ലേ? പണ്ട് ആൾക്കാർ വീടിനകത്ത് വെച്ച് ഉള്ളത് വെച്ച് കഴിച്ചിട്ട് വിസർജനം നടത്താൻ വീടിന്റെ പുറത്തങ്ങ് മാറ്റി വെക്കും, ബാത്റൂം അവിടെ പോവും. ഇന്നതൊക്കെ മാറി. ഇന്ന് അടുക്കള എടുത്ത് വെളിയിൽ വെച്ച് അവിടെ വെച്ച് തിന്നെ നല്ലതുപോലെ തിന്നിട്ട് വീടിനകത്ത് കയറി വരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടിന്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ഇതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടിന് വല്ലാത്ത മഹത്വമുണ്ട്, വീടിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, വെള്ളിയാഴ്ച രാവാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങളിൽ ശകുനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ പലരും ശകുനങ്ങളിൽ വിശ്വസിക്കുന്നവരാ. ഒരു പൂച്ച കുറുക്ക് ചാടിയ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോ ഭാര്യ ചൂലുമായിട്ട് മുന്നിലേക്ക് വന്ന, അല്ലെങ്കിൽ പുറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇനി പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇസ്ലാമിൽ ശകുനമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3 കാര്യങ്ങളിൽ ശകുനമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ആ 3 കാര്യങ്ങൾ ഏതാണെന്ന് പ്രവാചകനോട് തന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ, പാതിരാത്രി വെള്ളിയാഴ്ച രാവിലെ സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, ചെറുപ്പക്കാരോട്, പൊന്നുമോനെ 3 കാര്യങ്ങളിൽ മാത്രമേ ശകുനമുള്ളൂ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അത് നിന്റെ വീട്ടിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വീട്ടിൽ ശകുനമുണ്ട്, വീട്ടിൽ ശകുനമുണ്ട്. അള്ളാന്റെ റസൂല് രണ്ടാമതായി പറഞ്ഞു, നിന്റെ വാഹനത്തിൽ ശകുനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ ശകുനമുണ്ട്. ചില ആൾക്കാർ ചില വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടിയും വഴക്കും സമാധാനമില്ല, രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം കടന്നു വരും. അപ്പൊ വീട്ടിൽ ശകുനമുണ്ട്. ആ വീട് ആ മനുഷ്യന് നല്ലതല്ല, അവന് വേറെ ഏതോ വീടാണ് നല്ലത്. അത് വിറ്റ് കഴിഞ്ഞാൽ അതിൽ പരിഹാരമുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 വാഹനം. ചില ചെറുപ്പക്കാര് വാഹനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പണിയാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അവൻ വാങ്ങിയതിനേക്കാളും പൈസ പണിയാൻ റോഡിന്റെ സൈഡിൽ നിന്നാലും വണ്ടി വന്നിരിക്കും. അങ്ങനെ. അപ്പൊ വാഹനത്തിലും ശകുനമുണ്ട്. അത് വിറ്റാൽ അതിന് പരിഹാരമാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, ഇത് പറയുമ്പോ എന്റെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടൂല, എങ്കിലും ഞാൻ പറയാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 3ാമത്തെ കാര്യം, ശകുനമുള്ള 3ാമത്തെ കാര്യം നിന്റെ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയിൽ ശകുനമുണ്ട്. അതുകൊണ്ടാണ് ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, എന്നാണോ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് അന്നത്തോടുകൂടി കഴിഞ്ഞു എന്റെ ജീവിതം. ചില ചെറുപ്പക്കാരങ്ങനെ പറയാറുണ്ട്. എന്നാൽ മറ്റു ചിലര് പറയും, അൽഹംദുലില്ലാ, നീ വന്നതോടുകൂടി എന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ട്. അള്ളാഹു അങ്ങനെ പറയുന്നവരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ളവരിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് 3 ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്വന്തമായിട്ട് വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുണ്ടാകില്ല, ആണായാലും പെണ്ണായാലും. 2, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആണുമില്ല പെണ്ണുമില്ല. 3, ഒരു വാഹനം. അത് ചിലരുടെ സ്വപ്നമാ. അള്ളാഹു 3 നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു 3 നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഭവനം, ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ? ഇന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വീട് കേൾക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ടവരോട്
അല്ലാഹുവേ, ഇന്ന് പലരും ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്നവരോട് അല്ലാഹുവേ, എന്തിനാണ് വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ പല ആണുങ്ങളും പെണ്ണുങ്ങളും പറയാറുണ്ട്, ഉസ്താദേ, മനസ്സിന് സമാധാനമില്ല, എന്റെ മനസ്സിനകത്ത് സമാധാനമില്ല. വഅദിന്റെ സദസ്സിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുമ്പോ എത്രയോ ചെറുപ്പക്കാര് ദുആ ചെയ്യാറുണ്ട്, പടച്ചവനെ, എന്റെ ഭാര്യയൊന്ന് നേരെയായിരുന്നെങ്കിൽ, എന്റെ ഭാര്യയൊന്ന് നന്നായിരുന്നെങ്കിൽ, എന്റെ വീടിനകത്ത് അല്പം സമാധാനം കിട്ടിയിരുന്നെങ്കിൽ, എന്റെ ജീവിതം സന്തോഷത്തിനാക്കണേ എന്ന് ദുആ ചെയ്യുന്ന ആണുങ്ങളുണ്ട്. അതുപോലെ പെണ്ണുങ്ങളും ദുആ ചെയ്യുന്നു, അല്ലാ, 2-3 മക്കളായി പോയല്ലോ പടച്ചവന്, അല്ലാഹുവേ, ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ പടച്ചവനെ സ്വന്തം ജീവിതം ഇങ്ങനെ ഉരുകി തീർക്കുന്ന എത്രയോ പെങ്ങന്മാർ ഈ സദസ്സിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിനകത്ത് സമാധാനം വേണോ, നമ്മുടെ വീടിനകത്ത് സന്തോഷം വേണോ, അതിനകത്ത് ജീവിക്കുന്നവർ ആദ്യം നന്നാകണമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വീട് പോലെ നിന്റെ വീടങ്ങ് മാറണോ. അല്ലാഹുവേ, സന്തോഷവും സമാധാനവുമുള്ള പരസ്പരം മത്സരിക്കുന്ന ഒരു കുടുംബമാവാൻ ആഗ്രഹമുണ്ടോ? കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാനും നിങ്ങളും ഒരു സൂറത്ത് ഓതിയവരാ, അല്ലാഹുവേ, യാസീൻ ഓതിയവരാണ്. ആ യാസീനിൽ ഒരു ആയത്ത് ഞാനും നിങ്ങളും പലപ്പോഴും ഓതാറുണ്ട്. ഏതായത്ത് അറിയുമോ? ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ പറയുകയാണ്, വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹമായി കൊണ്ടു നടക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലതാ ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് പടച്ചവന്റെ സ്വർഗ്ഗത്തിലെ സ്വർണത്തിന്റെ അതാ ചാരികസേരയിൽ ഇരുന്ന് സുഖിക്കുകയാണ്. ഒരു ഭാര്യതാ പടച്ചവനെ, ഭാര്യയും ഭർത്താവും 2 സൈഡിൽ ഇരുന്നിട്ട് സ്വന്തം മക്കളെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് സ്വർണത്തിന്റെ ചാരികസേരയിൽ ഇരുന്നിങ്ങനെ സുഖിക്കുകയാ. സ്വർഗ്ഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇവർക്ക് ഇങ്ങനെ ഖിദ്മത്ത് ചെയ്യുകയാണ്. ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്കും അവരിങ്ങനെ അതാ ഖിദ്മത്ത് ചെയ്യുകയാ. പടച്ചവനെ, സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന മലക്കുകളുണ്ടല്ലോ, ഈ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് ആ മലക്കുകൾ പോലും പറയുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ മുഴുവനും ഒരു ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് സലാം പറയുകയാ. ആ സമയമുണ്ടല്ലോ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, നിങ്ങളിൽ പലരും അവിടെ ഉണ്ടാകുമ്പോൾ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് മക്കളുടെ കയ്യിൽ പിടിച്ച് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ നാട്ടിലെ ചില ആൾക്കാര് സ്വർഗത്തിൽ വെച്ച് നിന്നെ കാണുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, എങ്ങനെയാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാടാ ദുനിയാവിലൊരു കൂരയ്ക്ക് കീഴിൽ നിങ്ങൾ കടിഞ്ഞതുപോലെ ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ, ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ, എങ്ങനെയായി ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയായി ഈ പ്രതിഫലം കിട്ടിയത്? പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ, ഈ ദുനിയാവിൽ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നതുപോലെ ഒരുമിച്ച് നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്,
അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വീട് പോലെയാകണോ? ആരുടെ വീട്ടിലാണോ 4 കാര്യങ്ങളുള്ളത്, ആരുടെ ജീവിതത്തിലാണോ 4 കാര്യങ്ങളുള്ളത്, അവനും അവന്റെ ഭാര്യയും മക്കളും നാളെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് നോക്കുമ്പോ സ്വർണത്തിന്റെ ചാരുകസേരയിൽ മക്കളെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് വാപ്പയും ഉമ്മ ഇരുന്ന് സുഖിക്ക. സ്വർഗത്തിലെ പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഹിദ്മത്ത് ചെയ്യുക, ചുറ്റുഭാഗത്ത് നിന്ന് എന്തേ വേണ്ടേ. അള്ളാഹുവേ, ആ സമയത്ത് സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ മുഴുവനും ഇവരോട് സലാം പറയുക. അപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പല പെണ്ണുങ്ങളും സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇവളോട് ചോദിക്കുക, ഐഷ നിനക്ക് എങ്ങനെ കിട്ടിയടി? ഈ പ്രതിഫലം നിനക്ക് എങ്ങനെ കിട്ടി? ദുനിയാവി കഴിഞ്ഞതുപോലെ ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. അള്ളാഹുവേ, അങ്ങനെ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള കുടുംബത്തിൽ പെടുത്തുമാറാകട്ടെ. അതിനെന്തേ ചെയ്യേണ്ടത്? 4 കാര്യം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കിക്ക്. സ്റ്റേജിലിരുന്നവരാരും പൊക്കിയില്ല, വേദിയിലിരിക്കുന്ന പലരും പൊക്കിയില്ല. ആ പൊക്കാത്തതിനൊരർത്ഥമുണ്ട്. എന്തേ? ഇവളെ ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ, ഇനി സ്വർഗത്തിൽ കൂടെ ഉണ്ടോ ഉസ്താദ് അല്ലേ? നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. ഇതേ ചോദ്യം ഞാൻ ഈ മറക്കിപ്പുറം ചോദിച്ചാൽ എത്ര പേര് പൊക്കും? ഇതേ സഹോദരിമാരെ, നിങ്ങളുടെ ഇവിടത്തെ ഭർത്താവിനെ സ്വർഗത്തിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ള പെണ്ണുങ്ങളെന്ന് കൈപൊക്കിക്കേ. അല്ലാഹു അല്ല, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടാ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു വാപ്പ ചാടി എഴുന്നേറ്റ് കൈ വെക്കുന്നത്. നിങ്ങളൊക്കെ ഇരുന്ന് പൊക്കിയപ്പോൾ ആ വാപ്പ എഴുന്നേറ്റ് പൊക്കി. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാനുള്ളതല്ല. അള്ളാഹു തന്ന ആയുസ് മെഴുകുതിരി എരിച്ചു തീർക്കുന്നത് പോലെ എരിച്ച് കളയാനുള്ളതല്ല. സന്തോഷത്തോടെ ജീവിക്കും. പ്രായം കുറയായില്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുക, നമ്മുടെ വീട് എങ്ങനെയാകണം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ച്, ഭാര്യയുടെ കയ്യിൽ പിടിച്ച്, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ കടന്നു ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. നാളെ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് ഈ ദുനിയാവിൽ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞതിനേക്കാൾ സന്തോഷത്തോടെ നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാ മോഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട് മാറേണ്ട ഒന്നാമത്തത് എങ്ങനെയെന്നറിയുമോ? നമ്മുടെ വീടിനകത്ത് വേണ്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിന്റെ ഭർത്താവിനെ നിനക്കൊന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ?
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ ആത്മാർത്ഥമായിട്ട് നിനക്കൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തു നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവർ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതം എങ്ങനെ സന്തോഷത്തിലാണ്, നിങ്ങളുടെ ജീവിതം എങ്ങനെ സന്തോഷത്തിലാണെന്ന് പറയാൻ കഴിയുമോ? അഭിനയമാണല്ലോ. സിനിമാ താരങ്ങളെയും സീരിയൽ നടിമാരെ പോലും വെല്ലുന്ന രീതിയിൽ മക്കളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ ഞങ്ങൾ പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാൻ ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിതം ഇങ്ങനെ അഭിനയിച്ചു തീർക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ളവരെ എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്ന് ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയ്ക്ക് രഹസ്യങ്ങൾ പറയാ പേടിയാ. ഭർത്താവിനോട് മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ ഇന്ന് പെണ്ണിന് വല്ലാത്ത പേടിയാ. ഭർത്താവിന്റെ രഹസ്യങ്ങള് ഭാര്യയോട് പറയാ ഭർത്താവിനും വല്ലാത്ത പേടിയാ. കാരണം എന്റെ പ്രിയമുള്ളവര് വിവാഹം കഴിഞ്ഞ് 30-40 കൊല്ലമായവരുണ്ട്, 3-4 മക്കളെ പ്രസവിച്ചവരുണ്ട്. ഒരുമിച്ചാണ് കിടക്കുന്നത്, ഒരുമിച്ചാണ് ഉറങ്ങുന്നത്, ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു പുതപ്പിന്റെ കീഴിൽ പരസ്പരം തൊലികൾ ചേർന്ന് കിടക്കുന്നവരാ. പക്ഷേ ഭർത്താവിന്റെ മനസ്സിനുള്ളിൽ ഭാര്യയോട് ആത്മാർത്ഥമായി സ്നേഹമില്ല. ഭാര്യയുടെ മനസ്സിന്റെ ഉള്ളില് ഭർത്താവിന് ആത്മാർത്ഥമായി സ്നേഹമില്ല. എന്റെ പ്രിയമുള്ളവരെ, അഭിനയിക്കുമ്പോൾ ഭർത്താവിന് ഭാര്യയോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയമില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകർ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് ഓതിയിട്ട് ജിബ്രീൽ പറയുന്നു, ഓതി നബിയേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എനിക്ക് ഓതാൻ അറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ശരീരം വേദനിപ്പിക്കുകയാ. എന്നിട്ട് ഓതാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഖുർആൻ ഓതുകയാണ്. എന്നിട്ട് 40ാമത്തെ വയസ്സിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ആ ഉയരമുള്ള പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് വിറയ്ക്കുന്ന ശരീരത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടിയത് എവിടേക്കെന്നറിയുമോ? കുടുംബക്കാരുടെ മുന്നിലല്ല, കൂട്ടുകാരുടെ മുന്നിലല്ല. അല്ലാഹുവിന്റെ റസൂൽ ഓടിയത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ, തന്നെക്കാലം പ്രായമുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ പോയി കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമ്മിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്കു ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്കു ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പുതപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുഴുവനും ചോദിക്കുകയാണ്. നടന്നത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തപ്പോ ഒരു ഭാര്യ എങ്ങനെയാകണമെന്നറിയുമോ? അല്ലാഹുവേ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഇടത് കൈ കൊണ്ട് തന്റെ ഭർത്താവിനെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വലത് കൈയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലെ മുടികൾക്കിടയിലൂടെ കൈ കൊണ്ടിങ്ങനെ തലോടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, വല്ലാഹി മാ യുഖ്ഫീകല്ലാഹു അബദാ. ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ. എന്തേ പറഞ്ഞതെന്നറിയുമോ? പേടിച്ച് വിറച്ച് കിടക്കുന്ന ഭർത്താവിനോട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, അല്ലാഹു കൈവിടില്ല നബിയേ, അങ്ങയുടെ റബ്ബങ്ങളെ കൈവിടൂല നബിയേ, പേടിക്കല്ലേ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലുവ മാർക്കറ്റില് അല്ലെങ്കിൽ പെരുമ്പാവൂര് മാർക്കറ്റില്
രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് തളർന്ന ശരീരവുമായി വേർത്തുലച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കുത്തുവാക്ക് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, പരിഹസിക്കുന്ന പെങ്ങള്, അല്ലാഹുവേ, ആയിഷ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ എന്തൊരു സ്നേഹമായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന് 11 ഭാര്യമാരുണ്ട്. 11 ഭാര്യമാരുണ്ട്. പ്രവാചകൻ ഖദീജ മരിച്ചാലും മറന്നിട്ടില്ല. ഖദീജാനെ കുറിച്ച് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജയാ, മറ്റുള്ള ഭാര്യമാർക്ക് മുഴുവനും ദേഷ്യം തോന്നും. അതുപോലെ ഖദീജാനെ പറയുമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയുടെ മനസ്സ് തുറക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിൽ, ഭർത്താവിന്റെ മനസ്സ് തുറക്കേണ്ടത് ഭാര്യയുടെ മുന്നിലോ. ഇന്ന് രഹസ്യങ്ങൾ പങ്കുവെക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, അഭിനയിച്ച് അഭിനയിച്ച് അല്ലാഹു തന്ന ആയുസിങ്ങനെ എരിച്ചു കളയുന്ന മുസ്ലിമേ, നമ്മളിങ്ങനെ അധപ്പതിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യ. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ട്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്. എങ്ങനെ കഴിയുന്നു പെണ്ണ്, എങ്ങനെ കഴിയുന്നു പെണ്ണ്? നിനക്ക് കുടുംബ ജീവിതത്തിന്റെ വിലയറിയുവോ? നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങന്മാർക്ക് എന്ത് പറഞ്ഞാലും പരാതിയോ, അവർക്ക് എന്ത് ചെയ്താലും പരാതിയാണ്. ഭക്ഷണം വെച്ചാ പരാതിയോ, മക്കളെ നോക്കിയാ പരാതിയോ, വീട് നോക്കിയാ പരാതിയോ, മാതാപിതാക്കളെ നോക്കിയാ പരാതിയോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഇങ്ങനെ പറയാനുള്ള കാരണം നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയാതെട്ടാ. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ ആണിനും പെണ്ണിനും ഇന്ന് മടിയല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? ഈ വഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ, പടച്ചറപ്പേ, നിന്റെ വീട് സ്വർഗമാകണോ മോനെ? സന്തോഷമുള്ള വീടാകണോ? സമാധാനമുള്ള വീടാകണോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്ന് വഅദ് കഴിഞ്ഞ് വിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും മോനെ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയോ. നിന്റെ വീട് സ്വർഗമാവുകയോ, നിന്റെ വീട് സ്വർഗമാവുകയോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യില് സ്നേഹത്തോടെ ഇന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ മണിയറയ്ക്കകത്തേക്ക് കിടക്കുമ്പോ അല്ലാഹു എനിക്ക് തന്ന എന്റെ ഭാര്യ സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ നീ എപ്പോഴും പറയുമല്ലോ, ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എവിടെയാണ് കഴുകിക്കളയേണ്ടത്, എവിടെയാണ് കഴുകിക്കളയേണ്ടത്? അല്ലാഹുവേ, പുതുവർഷം തുടങ്ങുകയാ ചെറുപ്പക്കാരാ. ഇന്ന് ന്യൂയറാമോര്, മുസ്ലിമീങ്ങളുടെ ന്യൂയർ ഇന്നാമോര്. കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാവങ്ങൾ മുഴുവനും, കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാപങ്ങൾ മുഴുവനും നിനക്ക് കഴുകിക്കളയടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു അവന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
അള്ളാന്റെ റസൂല് മസ്ജിദ് നബവിയിലിരുന്ന് പ്രസംഗിക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, സഹാബാ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. സഹാബാ, പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ചെറുപ്പക്കാരനായ സൗബാൻ എന്ന് പറയുന്ന സഹാബി ഇറങ്ങി ഓടുകയാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. എവിടേക്കാണ് ഓടുന്നത്? ഓടി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് വെള്ളം കോരിയിട്ട് ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, സൗബാന്, നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? അവിടെന്ന് പറഞ്ഞു, പെണ്ണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. പെണ്ണ്, ആ പ്രതിഫലം വാങ്ങാനുള്ള കൊതി കൊണ്ടാ, ആ പ്രതിഫലം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അള്ളാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ ഭാര്യ അവൾ ഇന്ന് ഗ്ലാമറല്ല നഷ്ടപ്പെട്ടല്ലോ, അവൾക്ക് പ്രായമായല്ലോ, വീടിനകത്ത് കിടന്ന് ജോലി ചെയ്ത് അവളുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടപ്പോ നിനക്ക് അവളെ വേണ്ട എന്ന് തോന്നുന്നു. റസൂലുള്ള പറയുന്നു, പൊന്നുമോനെ, ഏതെങ്കിലും ഒരു ഭർത്താവ്, അല്ലാഹുവേ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചാ, സ്നേഹത്തോടെയൊന്ന് നോക്കിയാ പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് വാത് കടിഞ്ഞ് പിരിഞ്ഞുപോയി നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ആ പാവപ്പെട്ടവളെ മണിയറയുടെ രാത്രി നോക്കിയതുപോലെ സന്തോഷത്തോടെയൊന്ന് നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം നാളെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ സുബഹി കഴിയുമ്പോ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാര് മുഴുവനും നിന്നെ അവസാനമായൊന്ന് കാണാൻ വരുമ്പോ എന്റെ പ്രിയമുള്ള ഉപ്പ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആ പുഞ്ചിരി അപ്പോഴും നിന്റെ മുഖത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് കുടുംബ ജീവിതത്തിന്റെ വില. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ആണുങ്ങൾക്ക് അള്ളാഹു തരുന്നത്. പെണ്ണുങ്ങൾക്ക് എപ്പോഴും പരാതിയാണ്, എന്ത് ചെയ്താലും പരാതി. ചില പെണ്ണുങ്ങൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 6 വിഭാഗം പെണ്ണുങ്ങൾ വീടിന്റെ ബർക്കത്തും നന്മയും നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. നിന്റെ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല, എത്ര കെട്ടിയാലും മതി വരുന്നില്ല. കാരണമെന്തേ? 6 വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 വിഭാഗം പെണ്ണുങ്ങൾ ഏതാണെന്നറിയണോ? ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കേ, അതൊന്ന് കേൾക്കാൻ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അടിയാ പെണ്ണുമ്പിള്ളയെ പിടിച്ചു നിർത്തിയിട്ട് പറയും, അങ്ങാര് പറഞ്ഞ 6 സ്വഭാവവും നിനക്കൊണ്ട് നന്നായിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 6 സ്വഭാവമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ, അല്ലാതെ അടിക്കാനല്ല. ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ നീ തിരുത്തി കൊടുക്കണം. എന്റെ പെങ്ങന്മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. വേണോ വേണ്ടേ? വേണം. ചില പെണ്ണുങ്ങള് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിങ്ങളാണ് എൻ്റെ ജീവിതം തൊലച്ചത്. എങ്ങനെ കഴിയണി? ഇവർക്ക് എന്ത് ചെയ്താലും പരാതിയാ. എന്ത് വെച്ചാലും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിന് പോലും പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു ഇവർക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലം അറിയോ?
നിനക്ക് നിന്റെ വിലയറിയില്ല. അതാ മനസ്സിലാക്കേണ്ടത്. നിനക്ക് നിന്റെ മഹത്വം എന്താ, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കണേ. എന്തിനും കുറ്റവും പരാതിയും. വീട്ടിലേക്ക് കയറി വരുമ്പോ മക്കളെ കുറിച്ച്, ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച്, പെങ്ങളെ കുറിച്ച്, വാപ്പയെ കുറിച്ച്, അയൽവാസിയെ കുറിച്ച് വരുന്നത് പോലെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കണേ. ചില ചെറുപ്പക്കാർക്ക് വീട്ടിൽ 10 മണിയായി പോകുന്നില്ലേ, ഒത്തിരി കൂടെ കഴിയട്ടെ ഉസ്താദെ, അങ്ങോട്ട് പോയാ എങ്ങനാ, വൈകിട്ട് വീട്ടിൽ പോയാൽ നേരം വെളുത്താൻ മതി, ഇറങ്ങിപ്പോകാൻ സമാധാനമില്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഹജ്ജിന് പോകുകയാണ്, എൻ്റെ ഭാര്യ ഹജ്ജിന് പോകുന്നു, ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ പോണില്ലേ? ഞാൻ പോണില്ല, ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ. അപ്പൊ ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ചെറുപ്പക്കാരനാ, ഒരുപാട് സമ്പത്തുണ്ട്. എന്നാൽ ഇയാൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ പോകാത്തതിന്റെ കാരണം എന്തേ? ഒന്നുമില്ല ഉസ്താദ്. ഞാൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചല്ലേ പോകേണ്ടത്? ഇല്ല, അവൾ ആദ്യം പോയിട്ട് വരട്ടെ, ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയണമെന്നൊരു ആകാംക്ഷ തോന്നി. ഞാൻ പിന്നെയും ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഹജ്ജെന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന വലിയൊരു ഭാഗ്യ, ഫറലല്ലേ. അപ്പൊ ഇവളെയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല, ഇവൾ ആദ്യം പോയി ചെയ്തിട്ട് വരട്ടെ, പിന്നെ ഞാൻ പോകുന്നുള്ളൂ. കാരണം അവിടെ പോയി കിടന്ന് അടിയുണ്ടാക്കാൻ വയ്യാത്തണ്ടാന്ന്, അവിടെ പോയി കിടന്ന് അടിയുണ്ടാക്കാൻ വയ്യ. അതുകൊണ്ട് ഇവൾ ആദ്യം ചെയ്തിട്ട് വരട്ടെ, ഞാൻ അടുത്ത വർഷം പോകാം. ഇത് തന്നെ നമ്മുടെ ഭാര്യമാരും അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി പിണങ്ങി വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന പൊന്നുമോളോട് പാപ്പാ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കാൻ അള്ളാന്റെ റസൂൽ ഒരു ഉപദേശം പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് നിനക്ക് പറഞ്ഞു തരികയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിക്കുകയാണ്. അള്ളാന്റെ റസൂല് വിശേഷം ചോദിച്ചപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, മായബികിയാ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ നേരെ അതാ 2 കൈയും ഇങ്ങനെ നീട്ടി കാണിച്ചിട്ട് പറയുന്നു, വാപ്പാ ഈ കല്ല് പിടിച്ചിട്ട് അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തിട്ട് എന്റെ കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു വാപ്പാ. ആരോടാ പറയുന്നത്? ലോകത്ത് ഒരു ഉപ്പയും ഇതുപോലെ ഒരു മകളെ സ്നേഹിച്ചിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കുകയുമില്ല. കാരണം എന്റെ കരളിന്റെ കഷ്ടമാണെന്നാ റസൂലുള്ള പറഞ്ഞത്. ആ പൊന്നുമോള് രഥാ കൈപൊട്ടിയിട്ട് രക്തമൊലിക്കുന്ന കൈയെടുത്ത് കാണിച്ചിട്ട് പരാതി പറഞ്ഞപ്പോ പതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ, അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പാതിരാത്രി വേദ കേൾക്കാൻ ഒഴുകിയെത്തിയ പെങ്ങളെ, നിന്റെ ഭർത്താവ് 1 കിലോ അരി വാങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ചോറ് വെക്കാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാ. ആ സമയത്ത് കുത്തുവാക്ക് പറയാതെ, പരിഹസിക്കാതെ, കളിയാക്കാതെ, ഇതെന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അത് വാങ്ങിയിട്ട് അടുക്കളയിൽ പോയി കഴുകി ശുദ്ധിയാക്കി ചോറ് വെച്ച് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ കൊണ്ടുവച്ചാ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലമറിയുമോ? 1 അരിമണിക്ക് പകരം, 1 ചോറിന് പകരം അള്ളാഹു നിന്റെ 10 നന്മ അള്ളാഹു നിനക്ക് എഴുതുകയാ. മലക്കുകൾ 10 നന്മ നിനക്ക് എഴുതുകയാണ്. 10 തിന്മകൾ അള്ളാഹുവേ മായിച്ചു കളയുകയാ. 1 മണിച്ചോറിന്റെ പ്രതിഫലമാണ്, 1 അരിയുടെ പ്രതിഫലമാണ്. 10 നന്മകൾ അല്ലാഹുവേ മലക്കുകൾ നിനക്ക് എഴുതുകയാ. 10 പാപങ്ങള് അല്ലാഹുവേ പുറത്തു തരികയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ള പെങ്ങന്മാര്, പഠിച്ചവനെ എമ്മയ്ക്കും ഡിഗ്രിക്കുമൊക്കെ പഠിച്ച പെണ്ണുങ്ങള്, അടുക്കളയിൽ കിടന്ന് എന്റെ ജീവിതം തുലഞ്ഞെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഈ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കിടന്നാട് എന്റെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കും.
കേൾക്കണോ? അടുക്കളയിലെ നട്ടുച്ച സമയത്ത് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ഉരുകുമല്ലോ, നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമല്ലോ. തുടക്കല്ലേ പെണ്ണ്, തുടക്കല്ലേ പെണ്ണ്. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താൽ ഒരു തുള്ളി വിയർപ്പ് താഴെ വീടാ നരകത്തിന്റെയും നിന്റെ ശരീരത്തിന്റെ ഇടയില് മലക്കുകൾ 7 കിടങ്ങ് കുഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിന്റെ തീ നിന്നെ തൊടൂല പെങ്ങള്. അല്ലാഹുവേ, പ്രസവ വേദന സഹിച്ചവരുണ്ടല്ലോ ഉസ്താദേ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ചുമ്മാ അതല്ലല്ലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഒരുമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാ. നിന്റെ ശരീരത്തിലെ ഓരോ രോമത്തിന് പകരം അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. മക്കളെയും ചുമന്നുകൊണ്ട് വയലിന്റെ സദസ്സിൽ വന്ന ഉമ്മ, നോമ്പ് പിടിച്ചിട്ടാണെങ്കിലും രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും പട്ടിണി കിടക്കുകയാണെങ്കിലും സ്വന്തം മക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണ്, റസൂലുള്ള പറയുകയാണ്, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? 1000 ശുഹദാക്കളുടെ പ്രതിഫലമാ. തന്റെ കുഞ്ഞിന് ആരോഗ്യം കളഞ്ഞിട്ട് പാല് കൊടുക്കുന്ന പെങ്ങള്, ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിന്റെ വസ്ത്രം കഴുകാൻ എന്റെ പെണ്ണിന് മടിയാ. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കാൻ, നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല എന്റെ ഉപ്പ എനിക്ക് ലക്ഷങ്ങൾ എന്തെന്ന് കെട്ടിച്ചു വിട്ടത്, അതിന് വേണമെങ്കിൽ മറ്റുള്ളവളെ നോക്കണമെന്ന് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ ഭർത്താവ് ധരിച്ചിരിക്കുന്ന ഒരു ജോഡി വസ്ത്രം, ഒരു ജോഡി വസ്ത്രം നീ കഴുകി കൊടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുക്കുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം 100 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് ഇത് വല്ല അറിയോ? നിങ്ങളുടെ ഭാര്യമാർക്ക് ഈ പ്രതിഫലം കിട്ടൂ? ഈ തുണി കഴുകുന്ന പ്രതിഫലം നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടൂല. ഇൻഷാ അല്ലാഹ് ഒന്നും പറയണ്ട, കിട്ടൂല. കാരണം ഓള് കഴിവുന്നില്ലല്ലോ, വാഷിംഗ് മെഷീൻ അല്ലേ കഴിവുന്നേ. ഓക്കെന്ത് പ്രതിഫലം? സുജിട്ടതിന്റെ പ്രതിഫലം കിട്ടുമായിരിക്കില്ലേ? വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവുന്നവർക്ക് എന്തോ പ്രതിഫലം, ഉണക്കി കൈ കിട്ടുക, അവർക്ക് എന്തോ പ്രതിഫലം, പാരി ഇടാ, കുറച്ച് പൊടി ഇടാ, അത്ര തന്നെ. ഇതൊക്കെ ഈ കല്ലിലിട്ട് കഴിവുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ടുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വേറെ പെണ്ണ് നോക്കാനൊന്നും അല്ല, പൊക്കിക്കോ ധൈര്യമായിട്ട്. ഓക്കെ, ഭർത്താവിന്റെ തലയിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിൽ നിങ്ങളുടെ ഭാര്യ എണ്ണ തേച്ച് തരുന്നുണ്ട്? ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാന്ന് പൊക്കിക്കേ. തേക്കും. അപ്പുറത്തിരുന്ന് പറയാ, ഇങ്ങനെ അങ്ങേരുടെ കഷണ്ടി തേക്കാത്ത കുഴപ്പം കൂടെ ഉള്ളൂ, ഒന്നും കൂടെ കെട്ടാൻ നടക്കുക അല്ലേ? ഇനി എണ്ണ തേക്കാത്തതിന്റെ കുറവ്. തേക്കണം പെണ്ണെ. വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രി മാത്രമല്ല ഭർത്താവ്, മരിക്കുന്നതിന്റെ അന്നും നിന്റെ ഭർത്താവ് തന്നെയാണ്. 18ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 15ാമത്തെ വയസ്സിൽ നിനക്ക് ആ മനുഷ്യനോടുള്ള അതേ സ്നേഹം 50ാമത്തെ വയസ്സിൽ ഉണ്ടാകണമെങ്കിലേ നീ രക്ഷപ്പെടൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ മരണവേദന അല്ലാഹു കുറച്ച്. നിന്റെ മരണവേദന ഉണ്ടല്ലോ,
ആ വേദന അള്ളാഹു നിനക്ക് കുറച്ചു തരും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണം ഭാര്യ. എന്ത് വെട്ടിക്കൊടുക്കണം? എന്ത് വെട്ടിക്കൊടുക്കണം? ഭർത്താവിന്റെ മീശ. നീ ബംഗാളിയുടെ അടുത്തല്ലേ കൊണ്ട് കൊടുക്കണേ, എന്ത് വെട്ടാനില്ലേ? ഭർത്താവിന്റെ മീശ ഭാര്യ വെട്ടിക്കൊടുക്കണം. ഈ പണ്ട് ഇപ്പോഴില്ലേ ബാർബർ ഷോപ്പൊക്കെ, പഴയ നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് ചിന്തിക്ക്, വെള്ളിയാഴ്ച 10 മണി 9 മണി ആകുമ്പോഴേ എഴുന്നേറ്റിരുന്ന് കൊടുക്കും. ഉമ്മയാ ഷേവ് ചെയ്ത് കൊടുക്കണേ, ഉമ്മയാ വീശ വെട്ടിക്കൊടുക്കണേ. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണെ, നിനക്ക് സ്വർഗത്തിലെ വെള്ളം കുടിക്കാൻ പറ്റിയ വെട്ടിക്കൊട്. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങാൻ വരുന്ന ഭർത്താവിന് കിടക്കാൻ ഒരു പുതപ്പ് വിരിച്ചു കൊടുത്ത ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണോ? രാത്രി ഭർത്താവ് കിടന്നുറങ്ങാൻ വരുമ്പോൾ കിടക്കാൻ വേണ്ടി ഒരു പുതപ്പ് വിരിച്ചു കൊടുക്കുന്ന പെണ്ണിന് സുബഹി വരെ ഒരു മലക്ക് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതുവല്ല നമ്മുടെ ഭാര്യമാർക്കറിയോ? ഓക്കിങ്ങനെ ഗുണഗുണാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാനേ അറിയോ? എന്തിനും പരാതി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ജീവിതം. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1ാമത്തെ പെണ്ണ്, അടിയുണ്ടാക്കില്ലെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. കുഴപ്പമില്ലല്ലോ. അങ്ങാര് വന്നിട്ട് 2 തട്ടിലാക്കിയെന്ന് പറയരുത്. 1 നേരെ ഇരുന്ന് എല്ലാവരും 1. ഇതിലിപ്പോ പെണ്ണുങ്ങൾ നേരെ ഇരി മനുഷ്യന്മാരെ, എല്ലാവരും നേരെ ഇരി. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1ാമത്തെ ഭാര്യ, വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന 1ാമത്തെ പെണ്ണ് രോഗം നടിക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാ? നല്ല നടിയാ, രോഗം നടിക്കുന്നവളാ. ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തലവേദനയാണ്. എന്തു പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ, ഒരു രോഗവുമില്ല എന്നിട്ടും രോഗം നടിക്കുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ എണ്ണിക്കോ, ഈ സ്വഭാവം നിങ്ങളുടെ ഭാര്യ കൊണ്ടോന്ന് മാത്രം കരുതിയാൽ മതി. ഉണ്ടെങ്കിൽ തിരുത്തുക. 2, ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ്. അപ്പോൾ ഒന്നും മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി. ഇപ്പോഴും വഴക്കുണ്ടാകുമ്പോ പറയും, 30 പവനും 40 സെന്റും ആയിട്ടാ ഞാൻ വന്നത്, വെറുതെ ഒന്നുമല്ല. നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ കിടന്നതൊക്കെയാ ഞാൻ ഊരിത്തന്നത്, ഓസിനല്ല ഊരിത്തന്നത്. നിങ്ങളുടെ വാപ്പയും ഉമ്മയും കിടന്നപ്പോ മൂത്രവും കാഷ്ടവും വാരി മരിക്കുവോളം നോക്കിയത് ഞാനാ, അറക്കരുത് എന്നിങ്ങനെ എടുത്തു പറയുന്നവൾ, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ പെങ്ങന്മാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരി ചിരിക്കുന്ന ഇന്ന് കാണിച്ചു കൊടുക്കുക ഉസ്താദെ, ഓളെന്ന് കേട്ടോ. 3 ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുന്നിലിരിക്കുമ്പോ അടുത്ത വീട്ടിൽ നിന്ന് ഐഷായും ഭർത്താവും കൂടെ ലുലുവിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം. ആ സമയത്ത് ഈ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക, ഭർത്താവെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം. കണ്ടോ അവന്റെ ബോഡി കണ്ടോ, ഓ മനുഷ്യ കണ്ടോ, സൗന്ദര്യം കണ്ടോ. സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിനെ നോക്കിയിട്ട് പറയും നിങ്ങൾ കൊള്ളൂല, ഓനാണ്. ചില നട്ടലില്ലാത്ത ജന്തുക്കൾ അതും കേട്ടിട്ട് ഇരുന്ന് ചിരിക്കാറുണ്ട്. അങ്ങനെ ചില ജന്തുക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, 3ാമത്തെ പെണ്ണവളാ. 4, അവൾക്ക് വീട് നോക്കാൻ സമയമില്ല, മക്കളെ നോക്കാൻ സമയമില്ല, ഭക്ഷണം വെക്കാൻ സമയമില്ല. അവക്ക് എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കെട്ടിയിരിക്കണം. എപ്പോഴും ഒരുങ്ങുന്ന പെണ്ണ്, അല്ലാഹുവേ, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന പെണ്ണ്, അവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നള്ളത്തിന് നിൽക്കണ ആനയെ പോലെ എപ്പോഴും ഇങ്ങനെ നിൽക്കണം, പട്ടവൊക്കെ കെട്ടി ഒരുങ്ങണം. പെണ്ണൊരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഒരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുന്നിൽ തന്നെ. പക്ഷെ എപ്പോഴും അതാണെങ്കിലും എപ്പോഴും ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ടിപ് ടോപ്പിൽ നിൽക്കുന്ന ഭാര്യ, അല്ലാഹു നമ്മുടെ പെങ്ങന്മാരെ കാക്കുമാറാകട്ടെ. 5ാമത്തെ ഭാര്യ, ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവക്കതൊന്നും അറിയണ്ട. പാവപ്പെട്ടവൻ
അധ്വാനിച്ചതെല്ലാം കൂടെ കൊണ്ട് ലുലു സെന്ററിൽ പോയി ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ പൈസ ഉള്ളൂ. ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു മാക്സി കിടക്കുന്നത്. അപ്പോഴും പറയും എനിക്ക് അതും വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുന്നവൾ. കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യ, അവൾ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആറാമത്തെ ഭാര്യ ഭർത്താവ് ശാരീരിക ബന്ധത്തിന് വേണ്ടി വിളിച്ച അവൾ പറയും ഞാൻ കുടിച്ചിട്ടില്ല, എനിക്ക് രോഗവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അഭിനയം നിർത്തുക, എന്നിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അഭിനയം നിർത്തണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. പടച്ചവനെ, ഒന്നാമത് നമ്മുടെ കുടുംബം, നമ്മുടെ വീട് നന്മയുള്ള വീടാകണോ, സ്വർഗം പറഞ്ഞ വീടാകണോ. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാവണോ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫികീൻ. പടച്ചവരെ, ഖുർആൻ പറഞ്ഞ വീടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചറപ്പിനെ പേടിയുള്ള ആണും പെണ്ണും വീട്ടിലുണ്ടാകണം. അല്ലാഹുവിനെ പേടിയാണ് ഭർത്താവിനും, അല്ലാഹുവിനെ പേടിയാ ഭാര്യയ്ക്കും, അല്ലാഹുവിനെ പേടിയാ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പിനെ പേടിയുള്ള ഏത് ഭർത്താവായി സദസ്സിലുള്ളത്? ഏത് പെണ്ണിനാണ് അല്ലാഹുവിനെ പേടിയുള്ളത്? പടച്ചവനെ, പടച്ചറപ്പിനെ കുറിച്ച് നമുക്കും ഓർമ്മയില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. പടച്ചറപ്പ് കാണുന്നു എന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. എത്ര വഅദ് കേട്ടാൽ അല്ലാഹുവേ നരകമല്ല, ഖബറല്ല, പരലോകമല്ല, മഹ്ശറയല്ല, സിറാത്തല്ല, മീസാനല്ല, പടച്ചവനെ എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ മാറിപ്പോകുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് അഭിനയമാണല്ലോ. പടച്ചറപ്പിനെ കുറിച്ചുള്ള ചിന്ത ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. പടച്ചറപ്പേ, ഇന്ന് തലമറയ്ക്കുന്ന എത്ര പെണ്ണുങ്ങളാ ഉള്ളത്. ഈ വഅലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലും തലമറയ്ക്കാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ. രക്ഷപ്പെടുമോ മോളെ, രക്ഷപ്പെടുമോ മോളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുകയാ. അലിയാർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറക്കകത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോ, അതാ ഫാത്തിമ ബീവി മണിയറക്കകത്തേക്ക് കടന്നു. വീടിനകത്ത് വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അലിയാർ തങ്ങൾ പെട്ടെന്ന് അണച്ചു കളയുകയാ. വീടിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് അണച്ചു കളഞ്ഞപ്പോ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. മണിയറക്കകത്ത് വല്ലാത്ത ഇരുളാ. അന്ന് ഫാത്തിമയുടെ ആദിരാത്രിയാ. കുറെ സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ. അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ
അവിടെന്ന് പറയുന്നു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ? പിന്നെ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു, അലിയേ, ഇന്ന് ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ, ഇന്ന് ജീവിതം തുടങ്ങുകയാണല്ലോ. ഇന്ന് മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അങ്ങണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ഭൂമിയുടെ മുകളിലും ഒരാള് 6 അടി മണ്ണിനടിയില്. നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമുണ്ടല്ലോ അലിയേ. എന്നെ 6 അടി മണ്ണിനകത്ത് കൊണ്ടുവെക്കുന്ന ദിവസമുണ്ടല്ലോ. അന്ന് അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ. അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. മണിയറക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പടച്ചുറപ്പേ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അലിയേ, മണിയറയാക്കണ്ടതിതല്ല, മണിയറയാക്കണ്ടതിതല്ല അലിയേ, മണിയറയാക്കണ്ടത് മണ്ണറയാ. അതിനകത്താണ് രക്ഷപ്പെടേണ്ടത്. എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അവിടെയാ രക്ഷപ്പെടേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമുക്ക് നിസ്കരിക്കാ, ഖുർആൻ ഓതാ. നമ്മുടെ ഖബറിന്റെ രാത്രി നമുക്ക് മണിയറയാക്കാൻ ഇന്ന് പടച്ചറപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പുതുമണവാട്ടിയായ ഫാത്തിമ ബീവി പറയുകയോ, അലിയേ, 6 അടി മണ്ണിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ടോ? കാലിന്റെ ഭാഗത്ത് പടച്ചറപ്പ് സ്വർഗം കാണിച്ചു തരണ്ട്. സുഗന്ധമടിച്ച് വീശുന്ന കബറാക്കുണ്ട്. കണ്ണെത്താ ദൂരത്തിലേക്ക് കബറ് വിശാലമാകുണ്ട്. ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ സ്നേഹത്തോടെ കബറ് കെട്ടിപ്പിടിക്കണ്ട അലിയേ. അതുകൊണ്ട് ഇന്ന് നിസ്കരിക്കാമെന്ന് പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച ഭാര്യ, തലമറയ്ക്കാ മടിക്കുന്ന പെണ്ണ്, പ്രായമായിട്ട് പോലും തലമറയ്ക്കാൻ മടിക്കുന്ന ഉമ്മ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ. അവിടെന്ന് പറയുന്നു, അലിയേ, ഞാൻ മരിച്ചാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ല അലിയേ, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ. അവിടെന്ന് ചോദിച്ചു, കാരണമെന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, അലിയാര് തങ്ങളെ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ഞാൻ കാണിച്ചിട്ടില്ല. എന്നെ പകലാട് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. അവരെന്റെ ശരീരത്തിന്റെ വടിവകാടുമല്ലോ. വെള്ളത്തുടിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും അവരെന്റെ ശരീരത്തിന്റെ വടിവ കാണരുതെന്ന് ആഗ്രഹിച്ച ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്തു പറ്റി പൊന്നുമോള്? നിനക്കെന്തേ പറ്റിപ്പോയത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഅദുണ്ടല്ലോ. അല്ലാഹുവേ, വഅദില്ലാത്ത മൊബൈലില്ലല്ലോ. 1 മിനിറ്റെങ്കിലുമുള്ള ഒരു വഅദ് ഏത് മൊബൈലിലും കാണുമല്ലോ. എന്തേ വഅദ് മാത്രം കേട്ടാ മതിയോ? കേൾക്കുന്നത് ജീവിതത്തിൽ എന്തേ മാറ്റം വരാത്തത്? ഖുർആൻ ഓതുന്നവരല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ ഈ മുഹറമിന്റെ 1-ാമത്തെ രാത്രിയില് പുതുവർഷ പുലരിയിൽ കാലെടുത്ത് വെക്കുന്ന എന്റെ പ്രിയ
പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരാൻ എന്റെ കയ്യിലുള്ളത് എന്തെന്നറിയുവോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബാ, അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുമ്പോ കരയാതെ ഓതല്ലേ സഹാബാ. അള്ളാന്റെ റസൂല് പറയുകയാ, ഒരു ചെറിയ സൂറത്ത് 6 വരിയേ ഉള്ളൂ, 6 വരിയേ ഉള്ളൂ. ഈ സൂറത്ത് ഓതുമ്പോ കരയാതെ ഓതല്ലേ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയട്. കരച്ചല് വരുന്നില്ലെങ്കിൽ ഫൈലം തബുഖു ഫതബാഖു. ഒന്ന് അഭിനയിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായം ഓതുമ്പോ കരയാതെ ഓതല്ലേ, കണ്ണ് നിറയാതെ ഓതല്ലേ. നിനക്ക് കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സൂറത്ത് ഓതി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പെങ്ങളോട് ഖുർആനിന്റെ എത്രയെത്ര ആയത്തറിയാ പൊന്നുമോള്? അർത്ഥമറിയില്ലെന്ന് പറയാൻ കഴിയുമോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഇതിനകത്ത് മരണത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഇപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. എന്റെ പ്രിയമുള്ളവര്, ഇന്നലെ ഇവിടെ പ്രഭാഷണം കേൾക്കാമെന്നു ഇന്ന് വരാൻ തയ്യാറായിരുന്ന പടച്ചവനെ ഒരു പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഇന്നലെ ഈ വഅദിന്റെ സദസ്സിലുണ്ട്. ഇന്നലെ വഅദ് കേൾക്കാൻ നിങ്ങളുടെ ഇടയിലിരുന്ന ഉമ്മ, സമീർ ദാരിമി വഅദ് പറയുമ്പോ കേട്ട ഉമ്മ, ഇന്ന് വഅദിന് വരാ തയ്യാറെടുത്ത ഉമ്മയാ. പക്ഷേ പോയല്ലോ, ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയെന്ന് പറയുമ്പോ അല്ലാഹുവേ, ആ ഉമ്മാന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പെങ്ങളെ, നാളെ സിൻസാറുൽ ഹഖ് വഅദ് പറയുമ്പോ നീ ഉണ്ടാകുമോ മോള്? ഈ സദസ്സിൽ നീ ഉണ്ടാകുമോ മോള്? എന്തേ ചിന്തിക്കാത്തതെന്ത്? നിനക്ക് സീരിയലിന്റെ നടിമാരി മതിയല്ലോ. ചന്ദനമഴയും പരസ്പരവും ശ്രീധനവും കറുത്തമുത്തം കണ്ട് കരയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഏറ്റവും വലിയ ദുഃഖമെന്തെന്നറിയുവോ? പ്രായമുള്ള ഉമ്മമാര് അവര് നരകത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് പറഞ്ഞോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുത്താ അവരുടെ ഹൃദയത്തിൽ ഇറങ്ങാറില്ല. പക്ഷേ മഗ്‌രിബ് കഴിഞ്ഞ് സീരിയലിന്റെ പെണ്ണൊന്ന് കരയുമ്പോ, സീരിയലിലെ നടിയുടെ കണ്ണൊന്ന് നിറയുന്ന ഉമ്മ, കരയുന്ന ഉമ്മ, നിനക്ക് പഠിക്കാൻ ഒരു നടിയെ പറഞ്ഞു തരട്ടെ, നിനക്ക് പിൻപറ്റാൻ ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർക്ക് പഠിക്കാ പറഞ്ഞു തരോ. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, പടച്ചവനെ പേടിച്ചുകൊണ്ട് കഴിയുന്ന ചെറുപ്പക്കാരനോ. അല്ലാഹുവേ, ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ, സ്വർഗത്തിലെ എന്റെ മണവാട്ടി ആരാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുവോ അല്ലാ. റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, പടച്ച റബ്ബിനോട് ചോദിക്കുകയാ, സ്വർഗത്തിലെ കുറിച്ച് കേൾക്കുമ്പോ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തെ കുറിച്ച് വായിക്കുമ്പോ, അന്ന് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാ, എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് കാണണം പടച്ചവര്, എനിക്ക് കാണണം പടച്ചവര്, എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് ദുആ ചെയ്യുകയോ. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി കിടന്നുറങ്ങുമ്പോ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യരെ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അതാ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ പറഞ്ഞു കൊടുക്കുകയാ. ആരെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ.
ആരെന്നറിയുവോ? മൈമൂനത്തുൽ മിസ്രി ആരെന്നറിയുവോ? പഠിക്കണം പെങ്ങള്. അവരുടെ ചരിത്രമാണ് വായിക്കേണ്ടത്, അവരെയാണ് പിൻപറ്റേണ്ടത്. ആരാ മൈമൂനത്തുൽ മിസ്രി? ആരാ? റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, മിസ്ർ എന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയോ. അല്ലാഹു കാണിച്ചു തന്ന സ്വർഗത്തിലെ മണവാട്ടിയെ കാണാൻ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെന്ന് കാണാൻ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, വല്ലാത്ത പണ്ഡിതനോ, ഒരുപാട് അറിവുള്ള മനുഷ്യനോ. പടച്ചവനെ മിസ്റിലേക്ക് കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ മുഴുവനും ഓടിക്കൂടുകയാണ്. എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, ഇവിടെ മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്, എനിക്ക് അവളെയൊന്ന് കാണണം, എനിക്ക് അവളെയൊന്ന് കാണണം. നാട്ടുകാര് മുഴുവനും നാട് മുഴുവനും തിരയുകയാണ്. ആരാട് ഈ മഹാൻ അന്വേഷിക്കുന്ന മൈമൂന? ആരാ? പടച്ചവനെ എല്ലാവരും തിരഞ്ഞു നടന്നു. അവസാനമുണ്ടല്ലോ, വൈകുന്നേര സമയമായപ്പോ റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യരോട് നാട്ടുകാര് വന്നിട്ട് പറയുന്നു, മഹാനവറുകള്, ഈ നാട്ടിൽ 3 മൈമൂനമാരുണ്ട്. അവരാരും അങ്ങന്വേഷിക്കുന്നവരല്ല, അങ്ങന്വേഷിക്കാൻ അവർക്ക് യാതൊരു അർഹതയുമില്ല. അവളൊരു മോശമായ രീതിയിൽ ജീവിക്കുന്നവരാ. അങ്ങനെ ഒരു പെണ്ണീ നാട്ടിലില്ലെന്ന് നാട്ടുകാര് പറയുമ്പോ റബീഅത്ത് ഇബ്നു അസ്ം പറഞ്ഞു, അല്ല, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്. ആ സമയത്തൊരു മനുഷ്യൻ പറയുന്ന, മഹാനവറുകള്, ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ട്, ഒരു ഭ്രാന്തിയായ മൈമൂനയുണ്ട്. അതാ പകല് മുഴുവനും പർവ്വതത്തിന്റെ മുകളിലോ, പാതിരാത്രി എത്തിക്കഴിഞ്ഞ അവള് ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ, ഇതിലൂടെ പാട്ടുപാടി നടക്കുന്നവളാ. റബീഅത്ത് ഇബ്നു അസ്ം അങ്ങോട്ട് കേൾക്കുമ്പോ അവിടുന്ന് മനസ്സിലായി, ആ മൈമൂന തന്നെയാ എന്റെ ഭാര്യ, എനിക്ക് അവരെയൊന്ന് കാണണം. അതാ മലയുടെ മുകളിലേക്ക് നടന്നു ചെല്ലുകയാ. അല്ലാഹുവേ, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യർ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മൈമൂന നിസ്കാരത്തിലാ. അവിടെ ഇരുന്ന് കൊണ്ട് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ റബീഅത്ത് ഇബ്നു അസ്ം പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയോട്, തന്റെ സ്വർഗത്തിലെ ഭാര്യയോട് അതാ അവിടുന്ന് പേര് പിടിച്ച് സലാം പറയുമ്പോ, അവിടുന്ന് പേര് വിളിച്ചിട്ട് സലാം പറയുമ്പോ, വഅലൈക്കുമുസ്സലാം റബിയ. ആ ഭാര്യടാ പേര് വിളിച്ച് സലാം അടക്കുകയാ. ഞാനാണ്, എന്റെ പേര് റബിയാണെന്ന് ഇങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു മൈമൂന പറയുകയാ, പടച്ച റബ്ബെനിക്ക് കാണിച്ചു തന്നു. പടച്ചവരെ വിഭാഗം കടിക്കാർ സ്വർഗത്തിലെ ഭാര്യയെ കാണാമെന്ന ഭർത്താവിനോട് മൈമൂന എന്ന പെണ്ണ് പറഞ്ഞ്, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരുവോ, അല്ലാഹുവിന്റെ ഖുർആനും ഓതിത്തരുവോ? കേൾക്കാനുള്ള കൊതി കൊണ്ടാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. എന്റെ പ്രിയമുള്ളവര്, റബീഅത്ത് ഇബ്നു അസ്ം എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങോട്ട് ഓതുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിൻ ഖുസ്മിനുഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആൻ തർതീലാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതുകയാ. ഭർത്താവ് ഓതിക്കൊടുക്കുന്നു, ഭാര്യയുടെ കണ്ണ് നിറയുകയാണ്. അവസാനം ഓതി റബ്ബേ ഇന്നലദൈനാ അൻകാനം വജഹീമാ
ഈ ആയത്തങ്ങോട്ട് ഓതുമ്പോ പടച്ചവരെ മൈമൂനയുടെ കണ്ണ് നിറയുകയാ, കൈകാല് വിറയ്ക്കുകയാ, ശരീരം മുഴുവനും വിയർക്കുകയാണ്. ഒന്നുകൂടെ ഓതുവോ, ഒന്നുകൂടെ ഓതുവോ. ഇന്നലദൈന അൻകാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതിൻ വഅദാബൻ അലീമാ. തന്റെ സ്വർഗത്തിലെ ഭർത്താവ് ഓതിത്തീരേണ്ട താമസമുണ്ടല്ലോ, മൈമൂന ബോധം കെട്ട് വീഴുകയാ. നരകത്തിന്റെ ചങ്ങലകള് നാളെ നരകവാസികളെ വലിച്ചടച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് റബ്ബിന്റെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന ആയത്തങ്ങോട്ട് കേൾക്കുമ്പോ മൈമൂന വീഴുകയാ. പിന്നെ എഴുന്നേറ്റില്ല പെങ്ങള്. പിന്നെ കൊണ്ടുപോയത് ആരുടെ മണ്ണിനകത്തേക്കാ. എന്തേ നിനക്കത് തോന്നാത്തത്? എന്തേ നിനക്കത് തോന്നാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാളെ പടച്ചവന്റെ സ്വർഗത്തില് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വീട്ടിനകത്ത് ജീവിച്ചിട്ട് നാളെ പടച്ചവന്റെ സ്വർഗത്തില് ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നിനക്ക് ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടോ? ഖുർആൻ പറയുകയാണ്, പറയുകയാ, ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. അല്ലാഹുവിനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും മക്കളും നാളെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ.